ഐസെല്ലാം മെൽറ്റായി പോയാ. പുള്ളി 5000 രൂപ എന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ചത് എടുത്ത് വെച്ച പുള്ളിയെ പറ്റി. ഇത് കോമഡി ഒന്നുമില്ല, ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ ഗൈസ്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോ ആണ്. ഞാൻ മദ്യപാനി അടിപൊളി എന്ന് പറയണമെങ്കിൽ അതിന് കാരണം ഉണ്ടാവും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം ഇന്നത്തെ ഒരു ഹൈലി റെക്കമെൻഡഡ് വീഡിയോ ആണ്. അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും അതുപോലെ എന്റെ ഫ്രണ്ട്സും ഈ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ഒരുപാട് റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ഇന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട്, അതെല്ലാം നമ്മുടെ വീഡിയോയിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യുന്നതായിരിക്കും ഗായ്സ്. ബട്ട് ഒരു പ്രശ്നമുണ്ട് ഇതിനകത്ത്, നമ്മുടെ കമ്പനിക്കാരൻ. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റും ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ കമ്പനിക്കാരൻ എവിടെയാന്ന് കാണിച്ചിട്ടെ. നമ്മുടെ കമ്പനിക്കാരൻ നമ്മളെയും കാത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ കമ്പനിക്കാരനെ എടുത്തിട്ട് പോയല്ലോ ഗായ്സ്. Come on. Hello, Mr. Joman. ഈ കാണുന്നതല്ല ഗായ്സ് നമ്മുടെ ബോട്ട്. നമ്മുടെ ബോട്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബാക്ക് സൈഡിലാണ് നമ്മുടെ ബോട്ട് സ്ഥിതി ചെയ്യുന്നത്. സോ ഗായ്സ്, നമ്മുടെ ഈ ഹൗസ് ബോട്ടിന്റെ കപ്പിത്താൻ ഈ ഇരിക്കുന്ന ചേട്ടനാണ്. ചേട്ടന്റെ പേരെന്തായിരുന്നു? മോഹൻ ചേട്ടൻ. എത്ര നാളെ ഇവിടെ ഈ ബിസിനസ് ഈ ഫീൽഡിൽ തുടങ്ങിയിട്ട്? 10 വർഷം. ഓക്കെ. അപ്പൊ നമ്മൾ കൈലാസം എന്ന് പറഞ്ഞിട്ടുള്ള പ്രീമിയം ഹൗസ് ബോട്ടിലാണ് നമ്മളിപ്പോ ഉള്ളത്. നമ്മുടെ ഡ്രങ്കഡ് ജി അവിടെ എല്ലാം സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നത്. ജോമോൻജി അപ്പുറത്ത് പുറകിൽ എവിടെയോ ഉണ്ട്. നമുക്ക് കിച്ചണിലേക്ക് പോവാം ഗായ്സ്. മിസ്റ്റർ ജോമോൻ, നമ്മുടെ കിച്ചണിലെ ചേട്ടനാണത്. ചേട്ടാ ഇങ്ങോട്ട് നോക്കൂ. എന്താ ചേട്ടന്റെ പേരെന്താ? വിശ്വംഭരൻ. എത്ര നാളായി ഈ ഫീൽഡിൽ തുടങ്ങിയിട്ട്? ഫസ്റ്റ് തൊട്ടുണ്ട്. എവിടെ ചേട്ടന്റെ വീട്? ഇവിടെ തന്നെയാണോ? കൊല്ലം. ഓക്കെ, കരുനാഗപ്പള്ളിയാണ്. ഓക്കെ ആണ്. അത് കാണാം. ഓക്കേടാ, താങ്ക് യു. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ? ഓക്കെ. കണ്ടോ ഗായ്സ്, ആലപ്പുഴയുടെ ഹൃദയഭാഗം, ആ അതിമനോഹരമായ വേമ്പനാട്ട് കായലാണ് ഗായ്സ് നിങ്ങൾ ഇപ്പൊ കണ്ടോ. അത് കണ്ടോ ഗായ്സ്, അതൊരു കൊളക്കോഴി. എന്തോ സംഭവം? കായൽക്കോഴി, കാക്കയോ? കായൽ കാക്ക. ഓക്കെ, മീനും പിടിച്ചോണ്ട് പോകണ്ട. സോ ഗായ്സ്, നമ്മുടെ കമ്പനിക്കാരൻ ഈ ഹൗസ് ബോട്ടിന്റെ ഊപ്പറിലാണ്, ടോപ്പ് ഫ്ലോറിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് അങ്ങോട്ട് പോയാലോ? മോൺ ഗായ്സ്, അപ്പൊ സ്വർഗത്തിലേക്ക് കയറാം ഗായ്സ് നമുക്ക്. അപ്പൊ ഗായ്സ്, നമ്മുടെ കമ്പനിക്കാരൻ കണ്ടോളൂ. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ വ്യൂവേഴ്സിന്റെ അതിയായ റെക്കമെൻഡേഷൻ, അവരുടെയും കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ടാണ് മദ്യപാനിയും സംഘവും ഇന്ന് JD നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. Oldest distillery in America, Jack Daniel's set the bar for Tennessee whiskey. Old Number 7 started as a World's Fair gold medal winner. 150 years later, it still has icon status. You could remove the label from the bottle and people would still be able to look at it and say, that's a Jack Daniel's bottle. This whiskey has long represented free spirits and independence. The Stones drank it proudly, and Frank Sinatra made it his staple beverage. His daughter made sure that there was a bottle of Jack Daniel's buried with him. 1 billion liters ships to 140 countries every year, and every drop comes out of a dry town with one stoplight. We think we make the finest whiskey in the world right now. Yes, guys. Come on, Mr. Drunkard. Guys, ഈ ഇരിക്കുന്ന മനുഷ്യനെ കണ്ടോ? ഈ മനുഷ്യനാണ് ഈ അത്ഭുതത്തിന്റെ സൃഷ്ടികർത്താവ്, മിസ്റ്റർ ജാക്ക് ഡാനിയൽ. ഗായ്സ്, നമ്മുടെ ജാക്ക് ഡാനിയൽസിനെ കുറിച്ചുള്ള ഫുൾ ഇൻഫർമേഷൻ അവർ ബോട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ ഗായ്സ്, മെലൗഡ് ഫോർ സ്മൂത്ത്നെസ്, ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ത്രൂ ഷുഗർ മേപ്പിൾ ചാർക്കോൾ. അതിന്റെ മാനുഫാക്ചറിങ്ങിനെ കുറിച്ചാണ് അവർ ഇത് പറയപ്പെടുന്നത്. പിന്നെ മെച്യൂർ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചും അതിന്റെ ടേസ്റ്റിനെ കുറിച്ചുള്ള കാര്യം, പിന്നെ അതിന്റെ അവാർഡ്സിന്. കണ്ടോ ഗായ്സ്, ക്വാളിറ്റിക്കും ഡിസ്റ്റിങ്ഷനും വേണ്ടി 7 ഗോൾഡ് മെഡലാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. ഈ 1904 മുതൽ 7 ഗോൾഡ് മെഡൽ. അതിൽ നിന്ന് തന്നെ മനസ്സിലാവല്ലോ അതിന്റെ പ്യൂർനെസ് ആൻഡ് ക്വാളിറ്റി. ഗായ്സ്, എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഗായ്സ്.
ജാക്ക് ഡാനിയൽസ് കഴിക്കാൻ പറ്റുന്നതിൽ ഞങ്ങൾ എല്ലാവരും ഓരോ ആൾക്കാരും വി ആർ സോ വെരി മച്ച് ഹോണർഡ് ഗായ്സ്. അഭിമാനമുണ്ട് ശരിക്കും. ജാക്ക് ഡാനിയൽസ് പോലൊരു വിന്റേജ് ക്ലാസിക് വിസ്കി കഴിക്കാൻ പറ്റുന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുണ്ട് ഗായ്സ്. കാണുന്നതിൽ നിങ്ങൾക്കും. നമ്മുടെ JDയെ കുറിച്ച് പറയാനുണ്ട്. ഒഫീഷ്യലി എല്ലാവരും JD അല്ല ജാക്ക് അങ്ങനെയൊക്കെയാണ് നമ്മുടെ JDയെ കുറിച്ച് കൂടുതലായിട്ട് എല്ലാവരും ഷോർട്ടായിട്ട് പറയുന്നത്. അപ്പോൾ JDയെ കുറിച്ച് പറയാനാണെങ്കിൽ ദ ബെസ്റ്റ് എമംഗ് വിസ്കീസ് എന്നാണ് JD അറിയപ്പെടുന്നത്. അതായത് ഏറ്റവും ബെസ്റ്റ് വിസ്കി, ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് വിസ്കി എന്നാണ് ജാക്ക് ഡാനിയൽസിനെ കുറിച്ച് പറയുന്നത്. കാരണം അതിൻ്റെതായിട്ടുള്ള ആ ഒരു എക്സെപ്ഷണൽ ടേസ്റ്റും ചാർക്കോളും സ്മോക്കും ഫീലൊക്കെ ഉണ്ട്. അതൊന്നും മറ്റൊരു വിസ്കികൾക്കും കിട്ടത്തില്ല. ഇതൊരു സ്കോച്ച് വിസ്കി അല്ല, ടെന്നസി വിസ്കിയാണ്. അതാണ് അതിനകത്ത് വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ടെന്നസി വിസ്കി എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ മദ്യപാനി ദ ഡ്രങ്കർഡ് ചാനൽ ഫസ്റ്റ് ടൈമാണ് ഒരു അമേരിക്കൻ വിസ്കി നമ്മൾ ട്രൈ ചെയ്യുന്നത്. നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള സ്കോട്ട്ലാൻഡ് വിസ്കിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതും ഇതൊരു സ്പെഷ്യൽ ഇവന്റ് ആൻഡ് സ്പെഷ്യൽ വീഡിയോ ആക്കും ഗൈസ്. മിസ്റ്റർ ഡ്രങ്കർഡ്, ആർ യു റെഡി? മിസ്റ്റർ ജോമോൻ? യെസ് ഗൈസ്. സോ നമ്മുടെ ക്രൂ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. ഈ പുള്ളിക്കാരൻ നമ്മളെ കാത്തിരിക്കുകയാണ് ഗൈസ്. പിന്നെ നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ്സ് ആയ ലേസ് ഉണ്ട് ഗൈസ്. അതുപോലെ പീനട്ട് ഉണ്ട്. ഡ്രങ്കഡിന്റെ ശത്രുവായ പീനട്ട് അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഒരു പ്ലേറ്റും 3 ഗ്ലാസും. സോ മിസ്റ്റർ ജോമോൻ, നമ്മുടെ ഐസ് ക്യൂബ്സ് എവിടെ? ഓക്കെ, ഈ കൈലാസം എന്ന് പറഞ്ഞ ഹൗസ് ബോട്ട് തരക്കേടില്ലാത്ത ഒരു പ്രീമിയം ലക്ഷറി ബോട്ടായിട്ടാണ് എനിക്ക് ഫീലിംഗ്. കാരണം ഉണ്ടോ DJ സെറ്റപ്പും ഫുൾ സെറ്റപ്പും ആയിട്ടാണ് കാണുന്നത്. ഗായ്സ്, ആ കാണുന്നതാണ് ലേക്ക് പാലസ് എന്ന് പറഞ്ഞത്. നമ്മൾ ഇതുവരെ അവിടെ പോകാൻ അവസരം കിട്ടിയിട്ടില്ല. എന്നാൽ വരും ഭാവിയിൽ നമ്മൾ അവിടെ പോകുന്നതായിരിക്കും ഗായ്സ്. സോ ജോമോൻ, നമുക്ക് പരിപാടി തുടങ്ങിയല്ലോ. മിസ്റ്റർ ഡ്രങ്കഡ് ജി, താങ്കൾ റെഡിയാണോ? ഓക്കെ, നമ്മളെല്ലാരും റെഡിയായപ്പോൾ നമ്മുടെ കാണുന്ന വ്യൂവേഴ്സ് എന്താണ് വെപ്രാളപ്പെട്ട് എന്താ ക്യൂരിയസ് ആയിട്ട് ടപ്പടപ്പടപ്പേന്ന് 10 സെക്കൻഡ് വീതം ഓടിച്ചോണ്ടിരിക്കുക. ഇപ്പൊ അടിക്കുന്നു വെച്ചോണ്ട് ഞാൻ എന്റെ കുഞ്ഞിനെ ഉറക്കുവാണ്. യെസ്, മംഗളകർമ്മം. യെസ്, ദ അൾട്ടിമേറ്റ് വിസ്കിയാണ് ഗായ്സ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. ഒരു പുക വന്നു തോന്നുന്നു. സോ ഗായ്സ്, ഫസ്റ്റ് റൗണ്ട് മയക്ക് പിടിക്കുള്ള സമയം എത്തിക്കഴിഞ്ഞു. കണ്ടോളൂ. Come on, Mr. Jomon. Yes. ഡ്രങ്കറിന്റെ ചിരി കണ്ട. നമ്മുടെ ഡ്രങ്കഡ് ജിയുടെ സ്ഥിരം പരിപാടിയാണ് ജോമോൻ ഏറ്റെടുത്തിരിക്കുന്നത്. ഓക്കെ, അവരവർക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലുമൊക്കെ ഗ്ലാസ് എടുത്തോണ്ട് പോയിക്കോളൂ. ഓക്കെ മിസ്റ്റർ ഡ്രങ്കഡ്, ഇതാര്? ഓ, അമേരിക്കൻ സാധനം അടിക്കാൻ പോയപ്പോഴേക്കും ഫുള്ളി ആ കൂടെ ട്രെൻഡിങ് ആയിട്ടാ. അല്ല, ഇനി കുറച്ച് കഴിയുമ്പോ കറുത്തു പോകില്ല. അപ്പൊ പിന്നെ നമ്മൾ ആ ഒരു മൈൻഡിലേക്ക്. ഓ, അത് ശരി. ഓക്കെ മിസ്റ്റർ ഡ്രങ്കഡ്, അപ്പോൾ ഈ ശേഷിക്കുന്ന ഗ്ലാസ് മദ്യപാനിക്കുള്ള ഗ്ലാസ് ആണ്. ഇവിടെ വാടാ മോനെ. ഈ കാണുന്നത് നിങ്ങൾ വ്യൂവേഴ്സിന് ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഗായ്സ്. അതുകൊണ്ട് ദ ഫസ്റ്റ് ചിയേഴ്സ് ഓഫ് ദ ഡേ. Cheers. Yes guys. Cheers guys. ഇത്രയും കാലത്തെ മദ്യപാന ഹിസ്റ്ററിയിൽ തനിക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഈ സാധനം മറ്റെന്തെങ്കിലും കമ്പയർ ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടോ? ഒരു സാധനമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇത്രയും സ്മൂത്ത്നെസ്സും ഒരു പ്രത്യേക ഒരു ടേസ്റ്റും. അതാണ് ഗായ്സ്. മിസ്റ്റർ ജോമൻജി, താങ്കളുടെ വലിയ അഭിപ്രായം പറയൂ. എനിക്കും അത് തന്നെ. എനിക്ക് ഒരു ഈ പറഞ്ഞ ഇടക്ക് നമ്മുടെ മദ്യപാനി പറയാറുള്ള പോലെ ഒരു അമൃത് പോലെ അത് എനിക്ക് തോന്നി. കാരണം അത്ര ടേസ്റ്റ് അത് ഒരു വിസ്കിയായിട്ടും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഒരു വേറൊരു ഫീല്. നിങ്ങള് രണ്ടാൾക്കാരുടെ, അതായത് JD അടിച്ച 2 പേരുടെ അഭിപ്രായം നിങ്ങൾ കേട്ട് കഴിഞ്ഞു. അത് തന്നെയാണ് മദ്യപാനിക്കും പറയാനുള്ളത്. നമുക്ക് JDനെ മറ്റൊരു വിസ്കിയായിട്ടോ മറ്റൊരു ബ്രാൻഡ് ഓഫ് ലിക്കറുമായിട്ടോ നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കത്തില്ല. അതങ്ങനെയാണ് ഗായ്സ്. അതിന്റെ കാരണം കാര്യങ്ങളൊക്കെ അടുത്ത റിവ്യൂ റൗണ്ടിൽ നമ്മൾ കൂടുതൽ സ്പഷ്ടമാക്കുന്നതായിരിക്കും ഗായ്സ്. നെക്സ്റ്റ് റൗണ്ട് മൈക്ക് വഴി ഇപ്പൊ പൊട്ടിക്കും. മിസ്റ്റർ ജോമോനാണ് നമ്മൾ ഇന്നത്തെ എല്ലാം സെറ്റ് ചെയ്യുന്നത്. ഡ്രങ്കഡ് ജി അവിടെ ചിരിച്ചുകൊണ്ട് ഇരിക്കുകയാണ് വെയിറ്റിംഗില്. അതെ, ഫുള്ള് ഡാർക്കാണ്. അതുകൊണ്ട് എല്ലാരും ഡാർക്ക് ആകുമ്പോൾ ഇപ്പൊ മദ്യപാനി ഇപ്പൊ ഡാർക്ക് ആവും. മദ്യപാനി കട്ട ഡാർക്ക് ആവും ഇപ്പൊ ഉടനെ തന്നെ. ചെറുതാടോ ഇതൊക്കെ ചെറിയ ചാറ്റമഴയുണ്ട് ഗായ്സ്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കൊറോണ അടിച്ചപ്പോഴും
കൊറോണ പിടിച്ചതല്ല, കൊറോണ അടിച്ചപ്പോൾ ഇതുപോലെ ചാറ്റമഴ ഉണ്ടായിരുന്നു. ജോമോൻജി അവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി എടുത്തങ്ങ് താങ്ങിയാൽ മാത്രം മതി. ആ മനുഷ്യന് ഒരു രക്ഷയില്ല. ഇത് കണ്ടിട്ട് കൊതി പിടിച്ചിട്ട് വയ്യ. കേട്ടാ ചിരി കണ്ടാ. ഇത് ക്ലാസ് ഏകദേശം മറ്റേ ജേഡിക്കത്തെ അതിനകത്തുള്ള മാസ്റ്ററിന്റെ ക്ലാസ് ആണ്. ഓഹോ, ഇത് കോമഡി ഒന്നുമില്ല. ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ, ഡ്രങ്കഡ്ജി അല്ല, ഡ്രങ്കഡ്ജിയുടെ മുഖത്ത് വെച്ചിരിക്കുന്ന ആ സാധനം ഉണ്ടല്ലോ, 1 ലക്ഷം രൂപയുടെ സാധനമാണെന്നൊക്കെ എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷെ ഇവിടെ മുല്ലയ്ക്ക് ചെറുപ്പം 110 രൂപയ്ക്ക് മേടിച്ചാണ്. അത് വെച്ചാൽ അത്ഭുതങ്ങളൊന്നും കാണത്തില്ല, എല്ലാം ഇരുട്ടായിരിക്കും. പുള്ളി 5000 രൂപ പറഞ്ഞിട്ട് വിശ്വസിച്ചത് എടുത്ത് വെച്ച പുള്ളിയെ പറ്റി. ആ ഡ്രങ്കഡ്ജി ഫോം ആവുന്ന ഒരു ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് അടിച്ചിട്ട് പോകാനുള്ള പരിപാടിയാണ്. ഇന്നത്തെ വെള്ളവടിക്ക് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. അതെന്തുവാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ സമയം എത്രയെന്നറിയാവോ? 10:30 പോലും ആയിട്ടില്ല. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് നേരെ ഇങ്ങ് പോരുമായിരുന്നു ഹൗസ് ബോട്ടിലേക്ക് വെള്ളം അടിക്കാൻ വേണ്ടിട്ട്. ഇന്നലത്തെ ഹാങ് ഓവർ പോലും തീർന്നിട്ടില്ല. ഡ്രങ്കഡ്ജിക്കും ജോമൻജിയുടെ കാര്യം എനിക്ക് അറിയത്തില്ല, അതെന്തോ പോലെ ഇരിപ്പുണ്ട്. ഓ, ജേഡിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ബട്ട് ഇവാൻ ഇന്നലെയും ഒരു റിവ്യൂ ചെയ്തു. ബട്ട് എന്നാലും സാരമില്ല, ചെറിയ ഹാങ് ഓവർ തലവേദനയുണ്ട്. എന്നാലും മദ്യപാനം ജേഡിക്ക് വേണ്ടി അതെല്ലാം കളഞ്ഞു. തലവേദനയായാലും എന്ത് പുല്ലായാലും അതെല്ലാം മാറ്റി വെച്ചിട്ടാണ് നമ്മുടെ ലെജൻഡിന് വേണ്ടിട്ട് നമ്മൾ ഇന്ന് വന്നത്. ഈ ലെജൻഡിന് വേണ്ടിട്ട്. അപ്പൊ ഗായ്സ്, നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് കിടക്കാം. കമോൺ. ഗായ്സ്, ഇത് കണ്ടോ ഗായ്സ്? ഇതാണ് കുട്ടനാട്ടുകാരുടെ ഏറ്റവും വലിയ ദുരനുഭവം. വെള്ളം കയറി അവരുടെ വീടും കാര്യങ്ങളും എല്ലാം എപ്പോഴും ഇതാണ് ഗായ്സ്. അവർക്ക് ഏറ്റവും വലിയ ദുരിതം എന്നാണ്. നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഓർക്കും നല്ല സുന്ദരമായ അറ്റ്മോസ്ഫിയർ ആണ് അവർ ജീവിക്കുന്നത്, എപ്പോഴും കായലും പരപ്പും എല്ലാം കണ്ട്. പക്ഷേ ഒരു മഴ പെയ്താൽ, അല്ലെങ്കിൽ നല്ലൊരു മഴ പെയ്താൽ അവരുടെ വീടൊക്കെ ഇതുപോലെയാണ് ഗായ്സ്. കിടപ്പറ വരെ വെള്ളം കയറി കിടക്കുന്നതാണ് അവരുടെ ദുരിതം. കണ്ടോ ഗായ്സ്? അപ്പുറത്ത് അതിമനോഹരമായ നെൽപ്പാടമാണ് ഗായ്സ് കാണുന്നത്. ഇവിടുന്ന് കാണാൻ പറ്റത്തില്ലായിരിക്കാം. എനിവേ, കണ്ടോ ഗായ്സ്? സോ ഗായ്സ്, ദിസ് ഈസ് ഇറ്റ് ഗായ്സ്. ഈ റൗണ്ടാണ് നമ്മുടെ ചാനലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റൗണ്ട്, ദ റിവ്യൂ റൗണ്ട്. സോ ഇനിഷ്യലി നമുക്കൊന്ന് സ്മെല്ലി നോക്കണ്ടേ? സ്മെല്ലി നോക്കണമെങ്കിൽ ഇത്തിരി ജാക്കിനെ ഒഴിക്കണ്ടേ നമ്മുടെ ജേഡിനെ? അത് നമ്മുടെ ജോമോൻജിയുടെ കസ്റ്റഡിയിൽ ഇരിക്കുകയാണ്. ഇത്തിരി നമുക്ക് ഒഴിപ്പിക്കാം. എന്ത് പറയുന്നു ജോമോൻ? ഒരു നീറ്റ് ഒരെണ്ണം ഒഴിച്ചു തരൂ മദ്യപാനിക്ക്. നീറ്റ്. യെസ്. ഇതിന്റെ സ്മെല്ലിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. നോസിംഗ് നമുക്ക് നോക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ ഇവരിരുന്ന് കമത്തുവാണ്. ബട്ട് മദ്യപാനിക്ക് അതൊന്നും ബാധകമല്ല. കാരണം മദ്യപാനി ഈ റൗണ്ട് റിവ്യൂ റൗണ്ടിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. മറ്റെന്ത് കണ്ടാലും മദ്യപാനിയുടെ മനസ്സ് പതറത്തില്ല. അതുകൊണ്ട് ഇതിങ്ങനെ എടുത്തിട്ട് ഒരുപാട് പറയാനുണ്ട് ഗൈസ് ഇതിനെ കുറിച്ച്. ഒരുപാടുണ്ട്. കാരണം നമ്മൾ നോർമൽ വിസ്കികളും ബ്രാൻഡുകളും ഒന്നും പോലല്ല ജേഡി എന്ന് പറഞ്ഞാൽ. കാരണം നമ്മളിത് പറയുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് പറയണം, ഇല്ലെങ്കിൽ ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ചേക്കാം. കാരണം ലോകമെമ്പാടുമുള്ള ജേഡി ഫാൻസ് ഉണ്ടല്ലോ. നമ്മുടെ ആ സെലിബ്രിറ്റീസിന് മാത്രമല്ല, ഇതൊരു സെലിബ്രിറ്റിയാണ് ജേഡി എന്ന് പറയുന്നത്. സ്മെല്ലിങ് നോക്കുമ്പോൾ ഒരു സ്പൈസിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് ഗായ്സ്. നല്ല, പിന്നെ എവിടേക്ക് ഒരു സ്വീറ്റ്നെസ്, എന്തൊക്കെയോ ഒരു സ്വീറ്റ്നെസ് തോന്നിക്കുന്നുണ്ട്. നല്ലൊരു സ്മെല്ലാണ് ഗായ്സ്. നമ്മൾ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു സ്മെല്ലായിട്ടാണ് ശരിക്കും ഫീൽ ചെയ്യുന്നത്. ഞാൻ ജേഡി ഇതിനു മുമ്പ് കഴിച്ചപ്പോൾ പോലും ഒന്നും നമുക്ക് റിവ്യൂ ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട, അടിക്കുക, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ഗവേഷണം അന്നൊന്നും നടത്താൻ സാധിച്ചിട്ടില്ല. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വി ഹാവ് എ ചാനൽ നൗ, സോ ഐ ഹാവ് ടു റിവ്യൂ ദിസ്. ഒരു സ്വീറ്റും ഉണ്ട്, ഒരു സ്പൈസിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഒരു ചെറിയ സ്പൈസിനെസ്സും പിന്നെ ഒരു ലീഫി, പിന്നെ നല്ലൊരു സ്മോക്കിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അതാണ് ഞാൻ കുറെ നേരം, എനിക്കിപ്പോൾ ഞാൻ 2 എണ്ണം കഴിച്ചു, അതിന്റെ ചെറിയൊരു മിസ്സിങ് ആയിരിക്കണം. നല്ലൊരു ഒരു സ്മോക്കിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇത് ചാർക്കോൾ ആണല്ലോ, ബേസിക്കലി ചാർക്കോൾ ബ്ലെൻഡഡ് ആയതുകൊണ്ട് തന്നെ, ഓക്ക് ബാരൽസിലെല്ലാം ചാർക്കോൾ ബ്ലെൻഡഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്മോക്കിനെസ് നമുക്ക് എടുത്തറിയാനുണ്ട്. പിന്നെ കാശ് പറയാനാണെങ്കിൽ നമുക്ക് എന്താ പറയാ, ഒരു ഓയിലി നട്ട്സ്, അതായത് എണ്ണയിൽ കുഴഞ്ഞ ഒരു കുറെ നട്ട്സിന്റെ ഒക്കെ ഒരു ചെറിയൊരു എവിടേക്ക് ഒരു ടച്ച് കിട്ടുന്നുണ്ട് എന്നൊക്കെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ അതുപോരാതെ മറ്റൊരു കാര്യം കൂടെ മദ്യപാനി പറയാം. വേറൊന്നുമല്ല, നമ്മുടെ ജാക്ക് ഡാനിയൽസ് കമ്പനി മാനേജ്മെന്റ് തന്നെ അവരുടെ ബോട്ടിലിങ്ങിൽ ഇത് കണ്ടോ,
അവർ തന്നെ പറയുന്നുണ്ട്. ഇത് കണ്ട വയസ്സ് അവരുടെ ബോട്ടിലിന്റെ കവറിൽ തന്നെ അവർ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ആരോമ എന്ന് പറഞ്ഞാൽ സ്മെല്ലിങ്ങിൽ കണ്ടോ, വെൻ യു പുട്ട് ഷുഗർ ഓവർ എ ഫയർ, അതായത് നമ്മൾ പഞ്ചസാര തീയിൽ വെക്കുമ്പോൾ ഒരു കാരമൽ സ്മെൽ ഉണ്ടാവും. ഏകദേശം അതേപോലൊരു ഫീലാണ് നമുക്ക് തോന്നിക്കുന്നതെന്ന്. പിന്നെ ടേസ്റ്റ് അത് മദ്യപാനി ഇപ്പൊ പറയത്തില്ല, നിങ്ങൾ വേണേ കണ്ട് മനസ്സിലാക്കിക്കോ. ബട്ട് മദ്യപാനിയുടെ റിവ്യൂ എൻറ്റയർലി മദ്യപാനിയുടെ മാത്രം സ്വന്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ടേസ്റ്റിനെ കുറിച്ച് മദ്യപാനി ഇപ്പൊ പറയുന്നില്ല. ഓക്കെ, മദ്യപാനി ടേസ്റ്റ് റൗണ്ടിലേക്ക് കടക്കുകയാണ്. സോ ഗായ്സ്, നമുക്ക് ടേസ്റ്റ് നോട്ടിനെ കുറിച്ച് പറയാനുള്ള സമയം എത്തിക്കഴിഞ്ഞു ഗായ്സ്. ഫസ്റ്റ് തന്നെ പറയേണ്ട ഒരു കാര്യമുണ്ട്, സ്മോക്കിനെസ്. അത് വിട്ടുള്ള ഒരു കളിയില്ല. കാരണം സ്മോക്ഡ് ആണ് ഓൾറെഡി, ടേസ്റ്റും അതേ സ്മെല്ലും അതേ എല്ലാം സ്മോക്കിനെസ്സിലുള്ള കളിയാണ്. ചാർക്കോൾ ബ്ലെൻഡഡ് ആയതുകൊണ്ട് തന്നെ സ്മോക്കിനെസ് അടിത്തറയാണ് ഗായ്സ്. അതുപോലെ പറയാനാണെങ്കിൽ എന്താ പറയണ്ട, നമ്മുടെ ഈ തടിയുടെയൊക്കെ ഒരു ടേസ്റ്റ്. കാരണം ഞാൻ പറയുന്നത് വെള്ളപ്പുറത്ത് പറയുന്നതൊന്നും അല്ല ഗായ്സ്, കാരണം ഇത് ഫോറിൻ വിസ്കിയാണ്. അതുകൊണ്ട് തന്നെ ഒരു തടിയുടെയൊക്കെ ഒരു ചെറിയൊരു അംശം തോന്നുന്നുണ്ട്. പിന്നെ ഒരു സിനമൺ അതിൻ്റെയൊക്കെ ഒരു ഫീലൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ പക്ഷേ എടുത്ത് പറയുന്ന കാര്യം ഈ സ്മോക്കിനെസ് ആണ്. അതാണ് എക്സെപ്ഷണൽ ഗായ്സ്. സ്മോക്കിനെസ് ആണ് എടുത്ത് വായിലോട്ട് വെക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഫീൽ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്മോക്കിനെസ് ആണ്. അതുപോലെ എടുത്ത് വേറൊരു കാര്യം പറയേണ്ട കാര്യമുണ്ട് ഗായ്സ്. പക്ഷെ ആ കാര്യം പറയുന്നതിന് മുമ്പ് മദ്യപാനി ഇതങ്ങ് ക്ലോസ് ഓഫ് ചെയ്യണം. ജാക്ക് ഡാനിയൽസ് കഴിക്കുവാണെങ്കിൽ കഴിക്കുന്ന എല്ലാവർക്കും ഒരു പക്ഷേ JD ഇഷ്ടപ്പെട്ടു എന്ന് വരത്തില്ല ഗായ്സ്. കാരണം നമ്മുടെ ഇന്ത്യൻ മെയ്ഡുള്ള ഒരു വിസ്കി ആയിട്ടും, ഇന്ത്യൻ മെയ്ഡ് എന്ന് പറയണ്ട, മറ്റു ഒരു വിസ്കി ആയിട്ടും ഒരു സാമ്യവും ഇല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് ഗായ്സ്. ഇതിന്റെ ആരോമ, അതായത് സ്മെല്ലായാലും ടേസ്റ്റ് ആയാലും വേറൊരു രീതിയാണ്. നമ്മൾ മറ്റു ഒരു ബ്രാൻഡുകളിലും കാണാത്ത അത്ര ഒരു ഫീലാണ് നമുക്കിത് കിട്ടുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ചിലപ്പോൾ ആദ്യമായിട്ട് കഴിക്കുന്നവരൊക്കെ ചിലപ്പോൾ ഇതെന്താണ് കഷായമാണോ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. വേറൊരു സൂത്രം കാണിച്ചു തരട്ടെ. ഇത് ആരാണായിരിക്കുന്നത്? അപ്പൊ ഗായ്സ്, മിസ്റ്റർ ജോമൻജി, ഫോർത്ത് റൗണ്ട്. യെസ്, പൊളിച്ചോ. എന്താ ഗ്ലാസ് മുഴുവൻ വേണമെന്നാ? ചെറുതായിട്ട് ഒരു 3 റൗണ്ട് മതി. ഓക്കെ, പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് ഗായ്സ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ JD അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാവിൽ നിൽക്കുന്ന ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഓറഞ്ച് അതുപോലെ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടല്ലോ, അതിന്റെ ഒരു ടേസ്റ്റാണ് നമ്മുടെ നാവിൽ എപ്പോഴും, നമ്മുടെ വായിൽ എപ്പോഴും നിൽക്കുന്നത്. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്, JD അടിച്ചു കഴിഞ്ഞാൽ നമ്മളിതാ ഇങ്ങനെ സ്മെല്ല് ചെയ്ത് നോക്കിയാൽ ആ ഒരു സ്മോക്കിനെസ് ഫീൽ ചെയ്യും. നമുക്ക് ശരിക്കും ഒരു സ്മോക്കിനെസ് ആണ് നമ്മുടെ ആ ഒരു സ്മെല്ലായിട്ട് തോന്നിക്കുന്നത്. അപ്പൊ ഗായ്സ്, ഞങ്ങള് എത്രാമത്തെയോ റൗണ്ടിലേക്ക് കടക്കുകയാണ്. അതിന്റെ പാർശ്വത ഫലമായിട്ട് ഡ്രങ്കഡ് ജി പിന്നെ ഫോമായി, ജോമോൻ ജി ഫോമായി, അപ്പുറം ഇപ്പുറൊക്കെ ഹൗസ് ബോട്ടൊക്കെ പോകുന്നുണ്ട്. പരസ്പരം എന്തെല്ലാത്ത കാര്യങ്ങളാണെന്ന് അറിയാം. അവരും ഫോമായി. അതെ, അവരും ഫോമായിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാരും പിടിപ്പിച്ചോളൂ. ഡ്രങ്കഡ് ജി, USA പോയാ? പിന്നെ ഓടി സാധനം അതിന്റെ കോട്ടറൊക്കെ ഈ ബീവറേജ് കിട്ടുമായിരിക്കും അല്ലേ? ഇത് മറ്റേ OPR ജവാന. അല്ല, ടച്ചിങ്സ് പോലും വേണ്ട അടിക്കാൻ, അതുകൊണ്ട് ചോദിച്ചു. കോട്ടറിനോട്ടല്ലേ പറ്റുമെങ്കിൽ ഇത് മേടിച്ചു ലിറ്ററായിട്ട്, അല്ലെങ്കിൽ അത് ഇന്ത്യയുടെ സാധനം അല്ലടോ, പിന്നെ എവിടെ നടോ ക്വാർട്ടർ? അത് ചോദിച്ചോ, നമ്മുടെ ബീവറേജിലെല്ലാം കിട്ടും. ബിവറേജ് കിട്ടും, സാൾസ കിട്ടും. ഡ്രങ്കട എന്തോട് ഈ ഡ്രങ്കന്റെ ഒരു കാര്യം ചെയ്യാൻ പോവുക. ഈ ഇരിക്കുന്ന മുതലേ ഉണ്ടല്ലോ, അടുത്ത വിമാനത്തിൽ നമ്മുടെ USA പാഴ്സൽ ചെയ്യാൻ പോവാ. ഇനി ഇവിടെ വേണ്ട. അല്ലല്ല, അങ്ങോട്ട് കൊടുക്കണ്ട, അങ്ങോട്ട് വിടരുത്. പുള്ളി അവിടെ ചെന്ന് ക്വാർട്ടർ വഹിക്കും. അതാണ് കാര്യം, അവിടെ ചെന്ന് ക്വാർട്ടർ വഹിക്കും നമ്മുടെ ഡ്രങ്കഡ് ചെയ്യും. നമുക്കിവിടെ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഒറ്റയ്ക്ക് അടിക്കാൻ പറ്റിയ സാധനം കോട്ടറ. അതാണ് കാര്യം. ഇതിനകത്തെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. JD അടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് 100% സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഗായ്സ്. അതാണ് JDയുടെ ഒരു പ്രത്യേകത. ഇപ്പൊ ഡ്രങ്കഡ് ജിനെ കണ്ടില്ലേ, പുള്ളി ഇന്നസെന്റ് ആയിട്ട് ചോദിച്ചതാണ്, കാരണം ഇതിന്റെ ഒരു ക്വാർട്ടർ കിട്ടുമോ. കാരണം നമുക്ക് ടച്ചിങ്സും വേണ്ട, ഒന്നും വേണ്ട,
JD മാത്രമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അതാണ് JDയുടെ ആ ഒരു ഇമ്പാക്ട്. ദാറ്റ്സ് എക്സെപ്ഷണൽ ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ അടുത്ത റൗണ്ടിലേക്ക് കടക്കുവാണ്. സോറി, അടുത്ത റൗണ്ടിന് മുമ്പ് പ്രീവിയസ് റൗണ്ട് മദ്യപാനി ഇതുവരെ അടിച്ചില്ല. അതങ്ങ് കംപ്ലീറ്റ് ചെയ്തിട്ട് മദ്യപാനി അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നതായിരിക്കും. കമാൺ മിസ്റ്റർ ജോമോൻ, പൊട്ടട്ടെ മൈക്കുടി. അത്രേ ഉള്ളൂ. അപ്പൊ ഗായ്സ്, നമ്മള് നമ്മുടെ ഹൗസ് ബോട്ടിന്റെ ബാൽക്കണി സെറ്റപ്പിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങുവാണ്. എപ്പോഴും ഇവിടെ തന്നെ അടിച്ച ബോറല്ലേ, അതാണ് നമുക്കിനി പാതാളത്തിലോട്ട് പോവാം. കമോൺ, ലെറ്റ്സ് ഗോ ഗായ്സ്. അപ്പൊ ഗായ്സ്, നമുക്ക് താഴത്തോട്ട് പോവാം. വളരെ സൂക്ഷിച്ചു വേണം ഓരോ പടികളും വെക്കാനായിട്ട്. കാരണം ഇത് സാധാരണ പടികളൊന്നുമില്ല, സ്വർഗത്തിലേക്കുള്ള പടികളാണ്. കണ്ടോ? യെസ്, നമ്മൾ താഴെ എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഡ്രങ്കൻജി എവിടെ ടൂർ പോകാൻ പോലും പോവാൻ തോന്നുന്നു. ഈ ആംബിയൻസ് ഒന്നും നമുക്ക് മോളിൽ കിട്ടത്തില്ല. സോ ഗായ്സ്, നമ്മൾ നമ്മുടെ ജേഡിക്കകത്ത് സോഡയും ഐസും എല്ലാം ഒഴിച്ച് മടുത്തു. ഇനി പരമ്പരാഗതമായ ജേഡി കഴിക്കേണ്ട രീതിയിലാണ് നിങ്ങളെ കാണിക്കാൻ പോണത്. ഒരുപാട് രീതിയിൽ ജേഡി കഴിക്കാവുന്നതാണ്. ബട്ട് നമുക്ക് ഇന്നത്തെ നമ്മുടെ സെറ്റപ്പ് വെച്ചുകൊണ്ട് നമുക്ക് ഒരു രീതി നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ഏറ്റവും ബെസ്റ്റ് വേ ഓഫ് ഹാവിംഗ് ജേഡി. മിസ്റ്റർ ജോമോൻ, ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക എല്ലാ കാര്യങ്ങളും. ഒരു സ്പെഷ്യൽ ആയിട്ട് നമുക്ക് അടിച്ചു നോക്കാം. ഐസ് അങ്ങ് അടി, ലൈം എടുത്തങ്ങ് ചാലിക്കുക. ഇതിൽ കുഞ്ഞാപ്പി സാധനമുണ്ട്. ഇതാണ് എന്റെ ട്രേഡ് മാർക്ക്. അതെ അതെ, നമ്മുടെ നാടൻ തേൻ എന്ന് പറയാൻ പറ്റത്തില്ല, ആർട്ടിഫിഷ്യൽ ആയിരിക്കാം. എന്താണെങ്കിലും തേനാണെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പറയാം. ഓക്കേ ഗായ്സ്, ഇനി കുറച്ച് സോഡയും കൂടെ ഒഴിച്ച് ദേഷ്യം പിടിച്ചിരിക്കണം. ഓഹോ, സോഡക്ക് വഴക്കാണ്. കാരണം സോഡ ഡ്രങ്കളാണ് അവിടെ ഇരിക്കുന്നത്. ഓക്കെ, പെർഫെക്റ്റ്. കണ്ട, ആ കാറ്റടിയുള്ളപ്പോ ഇത് മിക്സ് ചെയ്തൊരു സ്പൂൺ വേണം. അതാ കവിഞ്ഞു പോയത്. നിങ്ങൾക്ക് അറിയാമല്ലോ ഗൈസ്, പതയും ഡ്രങ്കഡും തമ്മിൽ വളരെ അവിഹിത ബന്ധമാണുള്ളത്. അപ്പൊ സോഡ സർബത്ത് റെഡി. യെസ്, ഓക്കെ. നമ്മളപ്പോ സോഡ സർബത്ത് ഇൻ കേസ് അഥവാ അതുക്ക് മേലെ അല്ലേ, അതുക്ക് മേലെ. യെസ്, ഇത്തിരി ജിഞ്ചർ ആലയും കൂടെ ഉണ്ടായിരുന്നെ പൊളിക്കുമായിരുന്നു. കറക്റ്റാണ്. ഒരു ഇപ്പൊ തന്നെ നമ്മള് ഹാപ്പിയാണ് ഇത് അടിച്ചിട്ട്. ഇനിയിപ്പോ ഇതിന്റെ ഒരു ഫ്ലേവറും കൂടെ ആകുമ്പോഴത്തേക്കും എങ്ങനെ നോക്കാം. അതെ, അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ജേഡി അടിക്കേണ്ട പരമ്പരാഗത രീതികളിലൊന്നാണ് ഒന്നാണിത്. അപ്പൊ എടുത്ത് താങ്ങിയ മക്കളെ. എനിക്കൊന്നേ പറയാനുള്ളൂ, ഒരു മഴക്കാറ്. പിന്നെ മഴക്കാറോ? സോറി, മദ്യപാനിക്ക് മാറിപ്പോയതാണ്. ഞാൻ ഇതൊന്ന് ഫിനിഷ് ആക്കട്ടെ. ഓക്കെ, ഫൈൻ. മഴ, ക്യായൽ, ജേഡി, അന്തസ്. ഇതാരാണ്? വള്ളത്തോളോ? യെസ് ഗായ്സ്, കൂടെ ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ പരമസുഖം. യെസ് ഗായ്സ്, മിസ്റ്റർ ഡ്രങ്കഡ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു അമേരിക്കയിൽ എത്തിയ ഒരു ഫീലാണ്. ഇത് ആരുടെ ക്ലാസ് ആണ് ഈ നടന്നിരിക്കുന്നത്? ഇതോ? ഇത് ഈ കാണുന്ന ക്ലാസ് ഇത് ആരാ അടിക്കുന്നത്? ഇതിപ്പോ ഞാൻ ഈ കൈ കൊണ്ടുന്ന ആളുടെ ഈ കൈ കൊണ്ട്. ഓഹോ, എന്റെ ക്ലാസ് ആണോ? ഡ്രങ്കഡ്ജി, താങ്കളുടെ ക്ലാസ് മാത്രം താ,
empty glass. അല്ല അത് എന്നും അങ്ങനെ തന്നെ. എങ്ങനെ നമുക്ക് മദ്യത്തെ ഒരു കുറ്റം പറയത്തില്ല. അതെ, വെച്ച് താമസിപ്പിക്കത്തില്ല, വെറുപ്പിക്കത്തില്ല, അപമാനിക്കരുത്. അതാണ്. ദാ വന്നു ദേ പറയുന്നത് സുരേഷ് ഗോപി സാറ് പറയുന്ന പോലെയാണ് ഡ്രങ്കഡ്സി. അതുകൊണ്ട് മദ്യപാനി ഇതങ്ങ് എടുക്കുവാണ്. സോ ഗായ്സ്, ഈ JD കോക്ടെയിൽ മദ്യപാനി അങ്ങ് താങ്ങുവാണ്. ഗായ്സ്, തേൻ ഒഴിച്ചുകൊണ്ടാവണം നല്ല സ്വീറ്റ്നെസ്, പിന്നെ ലൈമും കൂടെ കയറിയപ്പോഴേക്കും ആനന്ദം, പരമാനന്ദം. മിസ്റ്റർ ജോൺജി, നമ്മുടെ ഡ്രങ്കഡിനെ എടുത്ത് കായലിട്ടാലേ? ഇവിടെ നല്ലൊരു തീരുമാനമാണ്. എന്ത് പറഞ്ഞു ഡ്രങ്കഡ്? ഞാനത് പതച്ചു പോകും. ഓഹോ, താൻ പതച്ചു പോകുന്നതിന് മുമ്പേ ചീങ്കണ്ണി അടിച്ചോണ്ട് പോകുന്നു തന്നെ. അല്ലല്ല, വേറെ കാര്യമുണ്ട്. ആ ചീങ്കണ്ണി ഫിറ്റായിട്ട് കരക്കൊണ്ട പുള്ളിനെ ഛർദിച്ചു കളയും പുള്ളിനെ. എന്ത് പണ്ടാരമാണ് നീ അടിച്ചേക്കെന്ന് വെച്ചോണ്ട്. അപ്പൊ ഗായ്സ്, നമ്മുടെ ഡ്രങ്കഡ്ജിയുടെ നിപ്പനടി നിങ്ങൾ കണ്ടു, ജോമോൻജിയുടെ കിടപ്പനടി നിങ്ങൾ കണ്ടില്ലല്ലോ. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് എന്തെന്നറിയാവോ, ഒരുമാതിരി നമ്മുടെ വിഷ്ണു ഭഗവാനില്ലേ, പുള്ളി ഇങ്ങനെ കിടന്ന് ഉള്ളൊരു സീനുണ്ടല്ലോ, മറ്റേ 10 തലയുള്ള നാഗത്തിന്റെ ആനന്ദശയനം, അതുപോലെയാണ് എനിക്ക് ഫീൽ ആവുന്നത്. ഡ്രങ്കഡ്ജി പിന്നെ ഫോമായി വരുന്നു. ഇവിടെ ഉണ്ട്, എവിടെയോ പോയിട്ട് വന്നു. കായൽ ചാടിയിടുവാൻ ചാടും. ചീങ്കണ്ണി മറക്കരുതേ, പ്രളയൊക്കെ വന്ന് ഇവിടെ എല്ലാം ചീങ്കണ്ണി ഉണ്ടാവും സാധ്യത. ചീങ്കണ്ണി മൊത്തം ഫിറ്റ് നടക്കുമല്ലേ. ശരിയാ, പുള്ളിനെ വിഴുങ്ങിട്ട് എടുത്ത് താങ്ങുമോ? ഒറ്റടി. യെസ്, സ്വർഗം മാമാ, സ്വർഗം. നമ്മുടെ തറവാട് അവിടെ ദൂരെ ഉണ്ട്, നമ്മുടെ സ്വന്തം പ്രമത. അതിന്റെ കാര്യക്കാര്യം ഇവിടെയുണ്ട്. ഗായ്സ്, അവിടെ കൂടെ ഈ ഹൗസ് ബോട്ട് പോണ ഇതേപോലെ ഒരു ലയവാണ് ഞങ്ങൾ ഓരോരുത്തർക്കും. ഈ പുള്ളിയുടെ ലയം ഇത് വേറെ ഏത് ലെവലാണ്. എനിക്ക് പേര് കേട്ടപ്പോഴേ ലേവാ. അപ്പൊ ഗായ്സ്, ഈ ഹൗസ് ബോട്ട് ഇതൊരു പ്രീമിയം ലക്ഷറി ഹൗസ് ബോട്ടാണ്. ആവശ്യക്കാർക്ക് എല്ലാ സപ്പോർട്ടും തരുന്ന, എല്ലാ തരത്തിലുള്ള ഫ്രീഡം ഉള്ള ഈ ഹൗസ് ബോട്ട് വളരെ സാധുക്കളായ ആൾക്കാർ നടത്തുന്ന ഹൗസ് ബോട്ടാണ്. നമ്മുടെ ഇന്നത്തെ കാലത്ത് അറിയാലോ, ഒരുപാട് ഹൗസ് ബോട്ട്സ് അവൈലബിൾ ആണ് ഇന്നത്തെ കാലത്ത്. ബട്ട് ഈ ഒരു ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫ്രീഡം ഉള്ള സാധാരണക്കാർ നടത്തുന്ന ഹൗസ് ബോട്ട് ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഒരുപാട് ലക്ഷറി ഒന്നും നിങ്ങൾ പ്രതീക്ഷിച്ചു വരരുത്. എനിവേ, ഡബിൾ ഫ്ലോർ ആണ്, അതുപോലെ തന്നെ നല്ല ഫ്രീഡവും കിട്ടും, എല്ലാ പരിപാടിയും ഉണ്ട്. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പേഴ്സ് എല്ലാം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഈ നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഹൗസ് ബോട്ട് അവൈലബിൾ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അവര് ഡ്യൂട്ടിയിലാണെങ്കിൽ കിട്ടത്തില്ല. എനിവേ, ഓർത്തു വയ്ക്കുക, കൈലാസം ഒരുപാട് എൻജോയ് ചെയ്തൊരു ഹൗസ് ബോട്ടാണ്. അതുപോലെ തന്നെ ഇവർക്ക് ഫെസിലിറ്റി ഹൗസ് ബോട്ട്സ് ഉണ്ട്, ഷിക്കാര ബോട്ട് ഉണ്ട്, മോട്ടോർ ബോട്ട് ഉണ്ട്, സ്പീഡ് ബോട്ട്സ് ഉണ്ട്, പിന്നെ ഹോം സ്റ്റേസും അവൈലബിൾ ആണ് ഗൈസ്. സോ കോൺടാക്ട് മിസ്റ്റർ സ്മിജിത് കൈലാസം. ദ നമ്പേഴ്സ് ആർ അവൈലബിൾ. പ്ലീസ് കോൺടാക്ട് ഇഫ് യു ഹാവ് എനി നീഡ്സ്. ഓക്കെ, അപ്പൊ ഗൈസ്, ഈ ഇരിക്കുന്ന സാധനം കണ്ടല്ലോ നിങ്ങള്? അതെ, ഡ്രങ്കഡ്ജി പറയുന്ന പോലെ ദാ ഈ കാണുന്ന സാധനം ടെനസി വിസ്കി ജാക്ക് ഡാനിയൽസ്. മില്യൺസ് ഓഫ് കിലോമീറ്റേഴ്സ് എന്ന് ഞാൻ പറയത്തില്ല, മൈൽസ് ഓഫ് കിലോമീറ്റേഴ്സ് താണ്ടി എയറോപ്ലെയിൻ പിടിച്ച്, കാറ് പിടിച്ച്, കുറച്ചൊക്കെ നടന്ന് എന്റെ കയ്യിൽ വരണമെങ്കിൽ ഇതൊരു അടിപൊളി സാധനം ആയിരിക്കണമല്ലോ. അങ്ങനെ കിട്ടിയൊരു സാധനം നമുക്ക് നോർമൽ സാധനമാണെങ്കിൽ നമുക്ക് നമ്മുടെ ബെവറേജിൽ നിന്നോ ബാറിൽ നിന്നോ ഒക്കെ നമുക്ക് സംഘടിപ്പിക്കാം. ബട്ട് ജാക്ക് ഡാനിയൽസ് ഈസ് ഓൺലി ഫോർ ഇമ്പോർട്ട്. അങ്ങനെ കിട്ടിയൊരു സാധനമായതുകൊണ്ട് തന്നെ നമുക്ക് അതിന് ഒരുപാട് റെസ്പെക്ട് കൊടുക്കണം ഗായ്സ്. അല്ലേ ഡ്രങ്കഡ്ജി? അല്ലേ ജോമൻജി? യെസ്. അതുകൊണ്ട് ഞങ്ങൾ ലാസ്റ്റ് ചിയേഴ്സിലേക്ക് കടക്കുവാണ് ഗായ്സ്. നീയൊക്കെ ഇത് സിനിമയിൽ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ? ഏത് ഇത്? ഇത് അല്ല, ഞാൻ സിനിമയിലെ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ട് അടിക്കാൻ വേണ്ടി രാവിലെ കഴിഞ്ഞിട്ട് പോകുന്നത്. അതെ, എഴുന്നേറ്റ് പല്ലും തേച്ച് ഇങ്ങ് നേരെ പോകുന്നു. ഇതെന്റെ ക്ലാസ് അല്ലേ ജോനെ? അത് തന്നെ. അപ്പൊ അല്ല
നമ്മുടെ ലാസ്റ്റ് പെഗിലേക്ക് കിടന്നല്ലോ. സോ ഗായ്സ്, നമ്മുടെ ലാസ്റ്റ് റൗണ്ടിലേക്ക് കിടക്കാണ്. ഇതൊരു ലിറ്റർ ആണ്, അതുകൊണ്ട് തീരത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു സ്റ്റോപ്പ് ചെയ്യുവാണ്. ഒഴിച്ചോളൂ. ഇനി തേനൊഴിക്കണ്ടേ? ഫസ്റ്റ് റൗണ്ട് ഐസ് ആണല്ലേ? ഓക്കെ. യെസ് ഗായ്സ്, ഐസ്ബർഗ് ആണ്. ഡ്രങ്കഡ്ജി എന്താ എല്ലാ സ്മോളാണ്, എല്ലാ സ്മോളാണ് പുള്ളിക്കാരന്. ഓക്കെ, ഞാൻ സമ്മതിക്കത്തില്ല മോനെ. കാരണം സോഡ ഈ മനുഷ്യന് മാത്രം അവകാശപ്പെടാണ്. അതുകൊണ്ടാണ് ഞാൻ സോഡ ഡ്രങ്കഡ് എന്ന് പേരിട്ടേക്കുന്നത്. മിസ്റ്റർ ഡ്രങ്കഡ്, ഒരു റൗണ്ട് സോഡ ഒഴുകി. നോ വേ മാൻ, സോഡ തന്റെ തറവാട് സ്വത്താണ്. അതുകൊണ്ട് ഒഴിച്ചോളൂ. പതപ്പച്ച് കമ്മത്തരുത് മോനെ. ആൻഡ് ഫോർ മിസ്റ്റർ ജോ മോഞ്ചി. അതെ, നമ്മൾ ഒരിക്കലെങ്കിലും ജോമോന് സെർവ് ചെയ്യണ്ടേ? അതല്ലേ അതിന്റെ ഒരു ഇത്. യെസ് ഓഫ് കോഴ്സ്. നീ ഐസ് എല്ലാം വാരിയിട്ട് എവിടെ പോണ്? ഡ്രങ്കഡിന് സോഡ കുറവല്ലേ? അത് സാരമില്ല. ഓ ഓക്കെ, ഫൈനൽ ചിയേഴ്സിന് സമയം ആഗതമാവുന്നു ഗായ്സ്. സോ ഗായ്സ്, ദ ഫൈനൽ ചിയേഴ്സ് ടൈം ഹാസ് അറൈവ്ഡ്. ആൻഡ് ഞങ്ങൾ എല്ലാരും ഇവിടെ ഉണ്ട്. നിങ്ങൾ ഞങ്ങളുടെ കൂടെയുണ്ട്. ദാ ഈ ലെജൻഡ് നമ്മുടെ കൂടെയുണ്ട്. ജാക്ക് ഡാനിയൽസ് ടെനസി. ഈ പേര് മറക്കരുത്. മറ്റെന്ത് മറന്നാലും ഇത് മറക്കാൻ പാടില്ല. സോ ഇവിടെ ഇരിക്കട്ടെ. ഇതാണ് മുമ്പന്തിലിരിക്കേണ്ട ആള്. സോ ദ ലാസ്റ്റ് ഇയേഴ്സ് ഓഫ് ദ നൈറ്റ് ഗായ്സ്, സോറി ഡേ ഗായ്സ്. സോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടണം. കാരണം നിങ്ങൾ എല്ലാവരും ഒരുപാട് റെക്കമെൻഡ് ചെയ്ത വീഡിയോ ആണ്. ഞാനും ഡ്രങ്കഡ്ജിയും ജോമോൻജിയും എല്ലാവരും ഇവിടെ കാത്തിരുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് പുതിയൊരു ബ്രാൻഡുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ചിയേഴ്സ് ഗായ്സ്.